എത്രയേട്ടാ? 150. ആ, നിങ്ങൾ വന്നോ? കേറുവാ മോളെ. ആ ഭാനുമേ, രഘുവേട്ടൻ ഇവിടെ ഇല്ലേ? ഉണ്ട്. നേരം വെളുക്കുന്നത് മുതൽ മദ്യപാനോ. ഇങ്ങനെ സ്വയം നശിക്കരുതെന്ന് ഭാനുമയ്ക്കൊന്ന് പറഞ്ഞു നോക്കായിരുന്നില്ലേ? ഞാൻ പറയാഞ്ഞിട്ടാണോ? ആരെന്തു പറഞ്ഞാലും അവൻ കേൾക്കില്ല. സ്വയം നശിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. അമ്പിളിച്ചേച്ചിയെങ്കിലും ഈ ഒരു വാശി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്ന് അവസാനിച്ചേനെ. ഇതിപ്പോ രണ്ടുപേർക്കും വാശിയാണല്ലോ, പിന്നെന്തെയും? ആ, അമ്പിളിയോട് പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു. രഘുവിന്റെ ഈ പോക്ക് തുടർന്നാൽ അവനെ നമുക്ക് നഷ്ടമാവും. ഭാനുമ്മ വിഷമിക്കാതെ ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം. അതെ ഭാനുമേ, ചിലപ്പോ ഞങ്ങളുടെ വാക്കിനെങ്കിലും രഘുവേട്ടൻ വില തരുമായിരിക്കും. അതെ, ആരെങ്കിലും പറയുന്നു കേട്ടാ മതിയായിരുന്നു. സത്യത്തിൽ രഘു ഒരു പാവമാ. അതാ അവന്റെ മനസ്സിങ്ങനെ തകർന്നു പോയത്. ഭക്ഷണം കഴിപ്പില്ല, മര്യാദയ്ക്ക് കുളിക്കാറില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോ. ഇതൊക്കെ കാണേണ്ട അവസ്ഥ എനിക്കാ. അവൻ നശിക്കുന്നത് കണ്ടു നിൽക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. അമ്പിളി തിരിച്ചു വന്ന ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചേനെ. നമ്മള് പറയാഞ്ഞിട്ടല്ലല്ലോ ഇന്ദ്രേട്ടാ, ചേച്ചിക്ക് ഭയങ്കര വാശിയാ. പിന്നെ എന്തെയും? ആ, ഏതായാലും നിങ്ങളൊന്ന് സംസാരിക്ക്. മോനെ ഇങ്ങതാ. മുത്തശ്ശിയുടെ വിച്ചുമാൻ വാ. മനസ്സിന്റെ വിഷമം കൊണ്ട് എന്റെ കുഞ്ഞിനെ പോലും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഭാനുമേ, ഞങ്ങൾ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം. വാ ഇന്ദ്രേട്ടാ. വിച്ചുകുട്ടാ, വാ, ഇരിക്കിന്ദ്ര. എന്താ രഘു ഇത്? രഘുവേട്ടാ, ഇത് എന്ത് കോലായത്? എന്തിനെങ്ങനെ സ്വയം നശിക്കുന്നേ? എല്ലാം പോയാനോ, എല്ലാം കൈവിട്ടു പോയി. ഒരു സമാധാനത്തിന് വേണ്ടിയാ കുടിക്കുന്ന. രഘുവേട്ടാ, മദ്യപിച്ച രഘുവേട്ടന് സമാധാനം കിട്ടുമോ? ആ, കിട്ടും. മദ്യപിച്ച് ബോധമില്ലാണ്ടാവുമ്പോ മാത്രമേ സമാധാനം കിട്ടൂ. രഘു, പക്ഷെ ഇത്രയും വേണ്ട. എടാ, ഇങ്ങനെ പോയാൽ എല്ലാം നശിക്കും. ഇനി എന്ത് നശിക്കാനാ? എനിക്ക് ആരാ ഉള്ള? എനിക്ക് ആരുമില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എടാ, നിനക്ക് എല്ലാവരും ഉണ്ട്. അതല്ലേ ഞങ്ങളൊക്കെ ഇങ്ങ് ഓടി വന്നേ. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. അതെ രഘുവേട്ടാ, രഘുവേട്ടന്റെ ഈ അവസ്ഥ ഓർത്ത് എല്ലാവരും വിഷമിക്കുന്നെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇതൊന്ന് നിർത്ത്. നമുക്കിത് വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ പറയാം. ആ, ഇന്ദ്രൻ എല്ലാവരും ഉണ്ട്. ഒരു കുടുംബം, കുഞ്ഞ്, വീട്ടുകാര്, അങ്ങനെയല്ല. പക്ഷെ എനിക്കോ? ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ആർക്കു വേണ്ടി ജീവിക്കുന്നത്? ഇന്ദ്ര, എനിക്ക് കുടിച്ചു കുടിച്ച് മരിക്കണം. അതാ നല്ലത്. ലച്ചുമോളെ രഘു മറന്നോ? എടാ, ആ കുഞ്ഞിന് അവളുടെ അച്ഛനെ വേണം. അവളെ കുറിച്ചെങ്കിലും ഓർത്തോ നീ? ഇല്ല ഇന്ദ്ര, അവളുണ്ടല്ലോ, അമ്പിളി. അവളെന്റെ കുഞ്ഞിനെ എന്നീന്ന് അകറ്റും. എന്നിട്ട് എന്റെ മോള് വലുതാവുമ്പോ എന്നെ തള്ളി പറയും. മദ്യപിക്കുന്നോണ്ടാ രഘുവേട്ടന് ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നത്. നിങ്ങൾ തമ്മിലുള്ള വഴക്കും പിണക്കും ഒക്കെ ഒന്നും മനസ്സ് തുറന്ന് സംസാരിച്ച് തീരാവുന്നതല്ലേ ഉള്ളൂ. ഉപദേശിക്കാനേ എല്ലാവർക്കും എളുപ്പ. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ സുഖം അറിയും.
എന്തിനാ എനിക്ക് ഈ ജീവിതം മതിയേ. എല്ലാം എന്റെ കൈവിട്ടു പോയി. രഘുവേട്ടാ, എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തെ? രഘു, എടാ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തെല്ലാം നിനക്ക് നഷ്ടമാവും. നീ അത്രയെങ്കിലും ഓർക്ക്. അതിനെല്ലാം പോയില്ലേ ഇന്ദ്ര? എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല. രഘുവേട്ടാ, ഒന്ന് നിർത്തിക്കേ. ഇനി ഈ പരിപാടി ഈ വീട്ടിൽ നടക്കില്ല. ഇവിടെ വെച്ച് മദ്യപിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, ഇത് എന്റെ വീടല്ലല്ലോ അല്ലേ? ഇവിടെ എനിക്ക് അവകാശമില്ല. ശരിയാ, ഞാൻ ചെയ്തത് തെറ്റാ. നിങ്ങളുടെ ഔദാര്യ എന്റെ ഈ വീട്ടിലെ താമസം ഞാനത് മറന്നുപോയി. എടാ രഘു, അങ്ങനല്ല. സോറി ഇന്ദ്ര. എടാ സോറി രഘു. രഘുവേട്ടാ, ഞാനിത് ആവർത്തിക്കില്ലാണ്. ഇനി രഘു, ഇത് ഞാൻ ആവർത്തിക്കാതിരിക്കാം. സോറി അനു. സോറി. എടാ രഘു, ഡാ, രഘു, ഡാ, രഘു, ഡാ, സോറി ഇന്ദ്ര. രഘു. സോറി. രഘു, ഇന്ദ്ര സോറി. പോവാ. ആവർത്തിക്കില്ല ഇന്ദ്ര.